വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ യുവതിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് മാറ്റി. പുന്നപ്ര സ്വദേശി ഉഷ ജോസഫിന്റെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയത്. വണ്ടാനത്ത് ശസ്ത്രക്രിയ ചെയ്യാൻ താൽപ്പര്യമില്ലെന്നും ഭയമാണെന്നും ഉഷ നേരത്തെ പ്രതികരിച്ചിരുന്നു. അമൃത ആശുപത്രിയിൽ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പരിശോധനകൾ നടത്തിയ ശേഷം തുടർ ചികിത്സ തീരുമാനിക്കും. മിഥുൻ അയ്യപ്പൻ തന്നെയാണ് ചേരുന്നത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നതിനായി. മിഥുൻ, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ഇനി ഇല്ല എന്ന് തന്നെയാണ് വീട്ടമ്മ പറയുന്നത്. അത്രമാത്രം ഭയന്നു കഴിഞ്ഞു. 5 വർഷമാണ് ഈ ദുരിതവുമായി ജീവിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇനി ഒരിക്കൽ കൂടി വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ ഉഷയ്ക്ക് ഭയമാണ്. ഉഷ ജോസഫ് കഴിഞ്ഞ 5 വർഷം മുമ്പാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വയറ്റിൽ കത്രിക കുടുങ്ങിയത്. ഈ 5 വർഷവും ഈ തനിക്കുള്ളിൽ, തൻ്റെ ശരീരത്തിനുള്ളിൽ ഈ കത്രിക കുടുങ്ങി കിടക്കുന്ന വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പുറത്തു വന്നതിന് ശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിലെ അധികൃതർ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് ആശുപത്രിയിലേക്ക് എത്താൻ, മെഡിക്കൽ കോളേജിലേക്ക് എത്താൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ഉഷയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഉഷയ്ക്ക് വലിയ രീതിയിലുള്ള ഭയമാണ്. ഉഷയുടെ വീട്ടുകാർക്കും ഭയമാണ് വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോവുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ജനപ്രതിനിധികളടക്കം, അവിടുത്തെ ആലപ്പുഴ ജനപ്രതിനിധികളടക്കം ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോട് തന്നെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് വിദഗ്ധ മെഡിക്കൽ സംഘം ഉഷയെ ഇത്തരത്തിൽ പരിശോധന നടത്തും. വിശദമായിട്ടുള്ള പരിശോധന നടത്തിയതിനു ശേഷം തുടർ ചികിത്സ നിശ്ചയിക്കുമെന്നുള്ളതാണ്. ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വിദഗ്ധ സംഘം പരിശോധിച്ചതിന് ശേഷം ശസ്ത്രക്രിയയെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. എപ്പോൾ എങ്ങനെയെന്ന് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തണം. അതിന് മെഡിക്കൽ കോളേജിൽ, അതായത് അമൃത മെഡിക്കൽ കോളേജിൽ കൃത്യമായിട്ടുള്ള വീണ്ടും ഒരു പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. ചില ടെസ്റ്റുകളെല്ലാം നടത്തി ശസ്ത്രക്രിയയ്ക്ക് സജ്ജമായിട്ടുള്ള സമയം ഒക്കെ നിശ്ചയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ അമൃത ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. വിശദമായിട്ടുള്ള പരിശോധന ഒരു മെഡിക്കൽ സംഘം രൂപീകരിച്ച് വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് നടത്തും. അതിനുശേഷം മാത്രമായിരിക്കും തുടർ ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. വലിയ രീതിയിലുള്ള ഒരു സർക്കാർ സംവിധാനങ്ങളുടെ ഒരു വീഴ്ച എന്ന് സംബന്ധിച്ച്, സർക്കാർ മെഡിക്കൽ സംവിധാനങ്ങളുടെ വീഴ്ച എന്ന് സംബന്ധിച്ച് വലിയ വിമർശനമാണ് ഈ ഒരു ഘട്ടത്തിൽ ഉയരുന്നത്. സമാനമായി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും സമാനമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾ മറന്നുവെച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഭയം തന്നെയാണ്. ഉഷയെ പോലുള്ളവ സാധാരണക്കാർക്ക് വലിയ രീതിയിലുള്ള ഭയം തന്നെ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു വീഴ്ച മാത്രം എന്നുള്ള നിലയ്ക്ക് അതിനെ കുറച്ച് കാണിക്കാനും അല്ലെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിക്കാനുള്ള ഒരു ശ്രമമാണ് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ആരോഗ്യവകുപ്പ് കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായത്. എന്നിരുന്നാൽ പോലും ഈ വീഴ്ച ഒരിക്കലും നീതീകരിക്കാവുന്ന ഒരു വീഴ്ചയല്ല. സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം നിരുത്തരവാദപരമായിട്ടാണ് മെഡിക്കൽ കോളേജെല്ലാം പ്രവർത്തിക്കുന്നതെന്ന് സംബന്ധിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഒരു സംഭവം, അതിനെ ഉദാഹരിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ് ഇപ്പോൾ ഈ ഉഷയുടെ ഇതായിട്ടുണ്ടായിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ഉഷയുടെ ആരോഗ്യമാണ് ഇനി അടുത്തതായി ഏറ്റവും പരിഗണനയിലെത്തേണ്ടത്. അത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം തുടർ ചികിത്സ സംബന്ധിച്ചിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തും. സുരേഷ്, അത് തന്നെയാണല്ലേ ഈ ഇത്തരം സംഭവങ്ങൾ. ഹർഷീന, ഉഷ, അങ്ങനെ പേരുകൾ ആവർത്തിക്കുകയാണല്ലേ. ഓരോ സംഭവങ്ങളും ആവർത്തിക്കുന്നു, ദുരിതങ്ങൾ ആവർത്തിക്കുന്നു. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നടപടിയും ഉണ്ടാകുന്നു. അത് മാത്രമല്ല, ഒരു കയ്യബദ്ധം പറ്റിയാൽ പോലും അത് അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു വിഭാഗം എന്നുള്ളതാണ്. ഇവർ ഇത്രയും വർഷം ദുരിതം പേറി എന്നുള്ളതിലല്ല അവർക്ക് കാര്യം. അത് പാടെ തള്ളിക്കളയുകയാണ്. അതിനെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. എത്ര നാളിങ്ങനെ തുടരുമെന്നുള്ള കാര്യമാണ്. അതാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം അത് കുറച്ച് സമയം, കുറച്ച് ദിവസം, കുറച്ച് മാസം ചർച്ച ചെയ്യുന്നു. പിന്നീട് കാര്യങ്ങൾ പഴയപടി വരുന്നു. പിന്നീട് ആരെങ്കിലും ഇത്തരത്തിലുള്ള പരാതികളും ഇത്തരത്തിലുള്ള സങ്കടങ്ങളുമായി രംഗത്ത് വരുമ്പോൾ വീണ്ടും ചർച്ചയാകുന്നു. പക്ഷേ രോഹിണി പറഞ്ഞതുപോലെ തന്നെ ഒരു നടപടി ഉണ്ടാകുന്നില്ല. കാര്യങ്ങൾ പഴയപടി. അത് മാത്രമല്ല KP, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് നെടുമങ്ങാട് നവജാത ശിശു മരിക്കാനിടയായ സംഭവം. അതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായത്. കാരണം ആ ഡോക്ടർക്കെതിരെ ഇതിനു മുൻപും പരാതി ഉയർന്നതാണ്. പക്ഷേ ഇത്രയും വലിയ പ്രതിഷേധം നടത്തിയതിനു ശേഷം മാത്രമാണ് ഒരു നടപടി. സസ്പെൻഷനിലാണ് ഇപ്പോൾ നിലവിൽ ഒതുക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല KP, ഇന്നലെ ശ്രദ്ധിച്ചു കാണും, ഇന്നലെ ആ പ്രതിഷേധം നടത്തിയവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. അത് വളരെ വേഗം നടക്കുന്നുണ്ട്. എന്തായാലും അത് വളരെ വേഗം ഒരു നടപടി ഉണ്ടായാലും അവരെ അവിടെയും CPM-ന്റെ ഒരു ഇടപെടലാണെന്നാണ് വിമർശനമുള്ളത്. കാരണം
ഈ ഡോക്ടർ CPM സഹയാത്രിയാണ്. CPM ആൾക്കാർ തന്നെയാണ് ഇവരെ ഇത്രത്തോളം സംരക്ഷിക്കുന്നത്. ചില ആ ഒരു ആരോപണങ്ങൾ കൂടി ധാർഷ്ട്യമാണ് ഇവർ കേൾക്കുന്നുണ്ട്. അതെ, തുടരുന്നതുമെന്നാണ് അതെ, വിമർശനം മാത്രമല്ല അതിൽ യാഥാർത്ഥ്യവും ഉണ്ട്. ഉണ്ട്. ഇതാണ് നമുക്ക് ആതുരാലയങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയുമുണ്ട്. കാരണം വെന്റിലേറ്ററിലായി കഴിഞ്ഞു നമ്മുടെ ആതുരാലയങ്ങളിലെ ആരോഗ്യ സംവിധാനങ്ങൾ ചക്രശ്വാസം വലിക്കുകയാണ്. ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്.